ഹലോ നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളൊരു പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. സ്പെഷ്യൽ ചമ്മന്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്ത് ചമ്മന്തിയാണെന്ന്. ഇത് നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ജാതിക്ക ചമ്മന്തിയാണ്. പച്ച ജാതിക്കയുടെ ചമ്മന്തി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പച്ചമാങ്ങ ചമ്മന്തി അരിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ പുറമേ ഉള്ള മാംസമായിട്ടുള്ള ഭാഗം നമ്മളിങ്ങനെ തൊലിയൊക്കെ ചെത്തി അരിഞ്ഞെടുക്കണം. എന്നിട്ട് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 കഷ്ണം ചുവന്നുള്ളി, ജാതിക്ക അരിഞ്ഞത്, തേങ്ങ ചിരണ്ടിയത്, ഒരു 2 കരിവേപ്പില, ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഉപ്പും ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ ജാതിക്ക ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻ എല്ലാം എൻ്റെ പെങ്ങളാണ്. ഞങ്ങൾ ഇപ്പോൾ നാട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് എവിടുന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾ നാട്ടിലാണ്. നാട്ടിൽ വന്നപ്പോൾ പെങ്ങളുടെ ഒരു റെസിപ്പി കണ്ടപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അതിനെ പിടിച്ചങ്ങോട്ട് ഇട്ടേക്കാം. അധികം കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, നമുക്ക് ജാതിക്ക ചമ്മന്തിയുടെ ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് കടന്നു. ഓക്കെ, ഇതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 കഷ്ണം ചുവന്നുള്ളി, പിന്നെ നമ്മുടെ ജാതിക്ക, ഇതും കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആദ്യം മിക്സിയിലൊന്നും അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് തേങ്ങയും ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. ഇനി എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം. നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത്. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ്. ഒന്നെല്ലാം ഇളക്കി ഇട്ട് കൊടുത്തിട്ട് അപ്പം നമ്മുടെ ജാതിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ ഏത് എങ്ങനെ ഉണ്ടെന്നാ. അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട്? നല്ല പുളിയും ഉപ്പും എല്ലാം നല്ല കറക്റ്റ് ആണോ? എരിവും എല്ലാം ഉണ്ട്. അടിപൊളി. ജാതിക്കയുടെ ആ ഫ്ലേവർ എങ്ങനെയുണ്ട്? ജാതിക്കയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു ഡിഫറെന്റ് ടേസ്റ്റാ. നമ്മൾ വേറെ ടൈപ്പ് ചട്നി എല്ലാം കൂട്ടാറുണ്ടല്ലോ, മാങ്ങയും നെല്ലിക്കയും ഒക്കെ നമ്മൾ അരയ്ക്കാറുണ്ട്. പക്ഷെ ഇത് എൻ്റെ ഒരു ഡിഫറെന്റ് ഒരു ഇതാണ്. ആദ്യമായിട്ട് ഞാൻ ജാതിക്കയുടെ ജാതിക്കയുടെ തോട് വെച്ചല്ലേ നമ്മൾ ചട്നി അരയ്ക്കുന്നത്. ഇത് അതിന്റെ അകത്തുള്ള കുരു. ഇത് വലിയ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ഇതിന്റെ ഈ പുറത്തെ ഇതാണ് ജാതിപത്രി എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന സാധനം. ഇതാണ് ജാതിപത്രി. ഇതിന്റെ ഈ പുറമേ ഉള്ള ഈ സാധനം ഉണക്കി എടുക്കുന്നതാണ്. ഈ സാധനമാണ് നമുക്ക് ജാതിപത്രി എന്നും പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്നത്. കഴിഞ്ഞുള്ള ഇത് ജാതിക്ക. അപ്പോൾ അതിൻ്റെ പുറന്തോട് മാത്രമാണ് ഇപ്പോൾ എടുത്ത് നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്നത് അല്ലേ? ഈ ജാതിക്കായുടെ ഒരു ചെറിയ എരിവും അതിൻ്റെ ഒരു ചെറിയ ഒരു മണവും എല്ലാം കൂടെ വരുമ്പോഴത്തേന് നല്ല അടിപൊളി ടേസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച്. നല്ലതാണ് ജാതിയുടെ ഇതോട്. അതിന് പുറമേയുള്ള ആ പച്ചത്തൊലി ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അച്ചാറിട്ട് കഴിഞ്ഞാൽ അതും നല്ല സൂപ്പറാണ്. ഇനി നമുക്കത് ജസ്റ്റ് ചേച്ചി കുറേ ഇവിടെ
രൂപിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പച്ച മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. നല്ല നാട്ടുമാങ്ങയാണേ, ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾ എടുത്ത് ഇടയ്ക്ക് ചമ്മന്തി അരയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ചുമ്മാ അരിഞ്ഞ് പച്ചമുളകും ചുവന്നുള്ളിയും ഒക്കെ ചതച്ചിട്ട് ഇതും അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയും ചേർത്ത് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ജാതിക്ക ചമ്മന്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ജാതിക്ക കിട്ടുന്ന സമയത്ത് ഉള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ഇതെല്ലാ സ്ഥലത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജാതിക്ക, പച്ച ജാതിക്ക, നല്ല വിളഞ്ഞ ജാതിക്ക എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറന്തോട് എടുത്തിട്ട് ഒന്ന് ചമ്മന്തി അരച്ച് നോക്കുക. മാങ്ങാ ചമ്മന്തിയൊക്കെ ഇതിൻ്റെ സൈഡിലോട്ട് മാറി നിൽക്കും. മാങ്ങാ ചമ്മന്തി ഒന്നും കുറ്റം പറയുന്നതല്ല കേട്ടോ, പക്ഷേ ഈ ജാതിക്കയുടെ ആ ഒരു ചെറിയ എരിവുണ്ടല്ലോ, ആ ഒരു എരിവും കൂടെ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.